ഇത് മനുഷ്യൻ നിർമ്മിച്ചതല്ല. അങ്ങനെയൊരു ഫീലിംഗ് ഈ നിമിഷം നിങ്ങൾക്കും അനുഭവപ്പെടും. കാരണം ഇത് മനുഷ്യരുടെ കഴിവിനേക്കാൾ വളരെ മുകളിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ. ഒരു കല്ലിന് 20 ടൺ ഭാരമുണ്ട്. അവ തമ്മിൽ ചേർത്തിരിക്കുന്നത് ഒരു ബ്ലേഡ് പോലും കയറാത്ത അത്ര കൃത്യതയിൽ. ഇന്നത്തെ മോഡേൺ കൺസ്ട്രക്ഷനിൽ പോലും ഇത്ര പെർഫെക്റ്റ് അലൈൻമെന്റ് വളരെ റെയറാണ്. പക്ഷേ ഇത് ചെയ്തത് 5000 വർഷങ്ങൾക്ക് മുൻപ്. ക്രെയിനുകളില്ല, കമ്പ്യൂട്ടറില്ല, വൈദ്യുതിയില്ല. അപ്പോൾ ചോദ്യം ഒന്നുമാത്രം, ഇത് മനുഷ്യന്റെ കഴിവാണോ? ഇനിയൊരു ഡിസ്റ്റർബിംഗ് തോട്ട്. പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് ആകാശത്തുനിന്ന് വന്ന ദൈവങ്ങളെക്കുറിച്ചാണ്. അവർ ദൈവങ്ങൾ എന്ന് വിളിച്ചത് മനുഷ്യരെ അല്ലായിരുന്നെങ്കിൽ പുരാതന ശിലാലിഖിതങ്ങളിൽ കാണുന്ന വിചിത്രമായ ഹെൽമറ്റുകൾ, പറക്കുന്ന വസ്തുക്കൾ പോലുള്ള രൂപങ്ങൾ, ഇത് വെറും ഭാവനയാണോ? അതോ ചരിത്രം രേഖപ്പെടുത്തിയതാണോ? ഇനി ഇന്ത്യയിലേക്ക് വരാം. ഡൽഹി അയൺ പില്ലർ. 1600 വർഷമായി മഴയും വെയിലും ഏറ്റിട്ടും ഇതിന് തുരുമ്പു പിടിച്ചിട്ടില്ല. മോഡേൺ സയൻസിനു പോലും ഇതിന്റെ കൃത്യമായ ഫോർമുല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് നോർമൽ മെറ്റലർജി അല്ല. അപ്പോൾ ഇത് മനുഷ്യനുണ്ടാക്കിയതാണോ? അതോ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതാണോ? ഇനി പെറു. നാസ്ക ലൈൻസ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാകില്ല. പക്ഷേ ആകാശത്തുനിന്ന് നോക്കിയാൽ കൃത്യമായ രൂപങ്ങൾ. അന്നത്തെ മനുഷ്യർക്ക് ഏരിയൽ വ്യൂ എങ്ങനെ കിട്ടി? ഹോട്ട് എയർ ബലൂണോ ടെക്നോളജിയോ ഉണ്ടായിരുന്നതിന് തെളിവുകളില്ല. പിന്നെ എന്ത്? കോൺസ്പിറസി തിയറിസ്റ്റ്സ് പറയുന്നത് ഇവ സിഗ്നലുകളായിരുന്നു എന്നാണ്. സിഗ്നൽസ് ഫോർ ഹൂം? സ്റ്റോൺ ഹെഞ്ച്. ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ 100 കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ എത്തിച്ചു. ചില കല്ലുകൾ സൗണ്ട് ഫ്രീക്വൻസിയോട് പ്രതികരിക്കുന്നു. അവ കണ്ടെത്തപ്പെട്ടതല്ല, മറിച്ച് പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് എന്ന് തോന്നിപ്പിക്കും. ഇവിടെ ഒരു പാറ്റേൺ കാണുന്നില്ലേ? വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, പക്ഷേ ഒരേ അസാധ്യ സാങ്കേതികവിദ്യ. ഇതൊരു യാദൃശ്ചികതയാണോ? അതോ ഒരേ ഉറവിടത്തിൽ നിന്ന് ലഭിച്ച അറിവാണോ? ശാസ്ത്രം പറയുന്നു ഏലിയൻസിന് തെളിവില്ല എന്ന്. ശരിയാണ്, പക്ഷേ ഇതിനൊന്നും മറുപടി നൽകാൻ ശാസ്ത്രത്തിനും തെളിവുകളില്ല. അപ്പോൾ ഒരു സാധ്യത തുറന്നിടാം. ഒരുപക്ഷേ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല ഇത് നിർമ്മിച്ചത്. ആരോ നമ്മളെ സഹായിച്ചു, അല്ലെങ്കിൽ വഴി നടത്തി. ചരിത്രം എഴുതപ്പെടുന്നതിനും എത്രയോ മുൻപ് ഈ ഗ്രഹം സന്ദർശിക്കപ്പെട്ടിട്ടുണ്ടാകാം. ചിന്തിച്ചു നോക്കൂ, നമ്മളല്ല ഈ ഭൂമിയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് സിവിലൈസേഷനെങ്കിലോ? ഇത് മനുഷ്യൻ നിർമ്മിച്ചതല്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ സത്യത്തോട് കുറച്ചുകൂടി അടുത്തിട്ടുണ്ട്.